ഈ മലയാളികൾക്ക് കണ്ടുവരുന്ന ഒരു കുഴപ്പമുണ്ട്, വലിയൊരു കുഴപ്പം. മലയാളികൾക്കല്ല, മൊത്തത്തിലുണ്ട്. പക്ഷെ മലയാളികൾക്ക് കൂടുതലാണ്. എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷം, സമാധാനം കണ്ടെത്താൻ കഴിയുക എന്നുള്ളത്, അതായത് എനിക്ക് ഇപ്പോഴുള്ള ജോലി എനിക്ക് വേറൊരു ജോലിക്ക് മാറിയാലേ എനിക്ക് ആ സമാധാനം കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ കിട്ടുന്ന സാലറി ഒരു 1000 കൂട്ടി കിട്ടിയാൽ, അല്ലെങ്കിൽ 500 കൂട്ടി കിട്ടിയാൽ ഞാൻ നല്ല ഹാപ്പി ആയിരിക്കും. അല്ലെങ്കിൽ ഈ വണ്ടി പോയിട്ട് എനിക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ലെവലായ വണ്ടി കിട്ടിയാൽ എനിക്ക് എന്തായിരിക്കും, സന്തോഷം വരും. അല്ലെങ്കിൽ പുതിയ വീട് വെച്ചിട്ടായിരിക്കും എനിക്ക് സന്തോഷം, സമാധാനം കിട്ടി. ഇങ്ങനെ അത് കിട്ടിയാൽ ഇത് കിട്ടിയാൽ അത് കിട്ടിയാലായിരിക്കും ഇങ്ങനെ വിചാരിച്ച് ഉള്ള ഈ ജീവിതത്തിൽ സന്തോഷം, സമാധാനം കണ്ടെത്താതെ ടെൻഷൻ അടിച്ചിട്ട് കൂടുതൽ ആൾ മരിച്ചു പോകുന്നത്. കൂടുതൽ മലയാളീസ് അല്ലെ, മുഖത്ത് ചിരിയില്ല. എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ. അത് മനസ്സിന്റെ ഉള്ളിൽ നിന്നല്ല പറയുന്നത്. നേരെ മറിച്ച് ഫിലിപ്പീനികൾ അവർക്ക് 1200 സാലറി ഇരിക്കാലും, പച്ചകൾ നോക്കാം 1500 സാലറി മേടിക്കുന്ന ആൾക്കാരെല്ലാം നല്ല ഫുഡും കഴിക്കുന്നുണ്ട്. നല്ല പള്ളിയിലേക്ക് ആദ്യത്തെ സപ്പിൽ ഇവർ എന്നെ കാണുന്നത്. ചെറിയ സാലറി എന്ത് ഹാപ്പിനെസ് ആണ്. നിസ്കരിക്കാനും സമയം കിട്ടുന്നു, ഫുഡ് അടിക്കാനും സമയം കിട്ടുന്നുണ്ട്, അല്ലെ, പള്ളിയിലേക്ക് വരാനും സമയം കിട്ടുന്നു. ആദ്യത്തെ സപ്പിൽ കണ്ട. പക്ഷെ നല്ല സാലറി ഉള്ള ആൾക്കാർക്ക്, ഇവരെക്കാട്ട് ഇരട്ടി സാലറി ഉള്ള ആൾക്കാർക്ക് ഫുഡ് സമയത്ത് കഴിക്കാൻ ബിസി ജോലി ബിസി, പള്ളിക്ക് വരാൻ സമയമില്ല, പിന്നെ ഫുഡ് കഴിച്ചിനായില്ലെന്ന് ഓർമ്മയില്ല. അപ്പൊ ഇതിങ്ങനെ അവർ കാരണം എന്താ, അവർ പൈസ ആക്കുന്ന തിരക്കിലാണ്, അവർക്ക് ഒരു സാറ്റിസ്ഫിക്കേഷൻ കിട്ടുന്നില്ല. അപ്പൊ ഈ സന്തോഷവും സമാധാനവും തരാൻ കഴിയുന്നത് മെറ്റീരിയൽസ് ആണ്, അല്ലെങ്കിൽ കാറാണ്, അല്ലെങ്കിൽ വലിയ വീടാണ്, അല്ലെങ്കിൽ സാലറി ആണ് എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് അവർ മണ്ടത്തര ചിന്ത ഉള്ള കാരണം അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. അപ്പം യഥാർത്ഥത്തിൽ സന്തോഷ സമാധാനം നമ്മൾ സ്വയം ഉണ്ടാക്കലാണ്. ആര് തരുന്നത്, ആർക്കും മേടിച്ച് തരാൻ ഒരു സാധനത്തിന് നമുക്ക് ലോകത്ത് തരാൻ കഴിയില്ല. അത് നമ്മൾ സ്വയം ഉണ്ടാക്കുക. നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? അൽഹംദുലില്ലാ, നമ്മൾ ജോലിയുണ്ട്, അൽഹംദുലില്ലാ, സന്തോഷമാണ്. അതാണ് പറയുന്നത്. ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ട് ജീവിക്കാൻ ആർക്ക് സാധിക്കുന്നു, അവരാണ് യഥാർത്ഥത്തിൽ കോടീശ്വരന്മാർ. ഇവ നോക്കുമ്പോൾ നിന്റെ ഇപ്പോൾ കിഡ്നി, വേറെ ഒന്നും വേണ്ട, ഒരു എക്സാമ്പിൾ പറയാം. കിഡ്നി, നിനക്കിപ്പോൾ മൂത്രത്തിൽ പ്രശ്നം വന്ന് ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു കിഡ്നിക്ക് തകരാറാണ്, കഴിഞ്ഞില്ല. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് ജോലിയല്ല, കാറല്ല, വീട്, മറ്റൊരു തന്നെ നോക്കാനൊന്നും നമുക്ക് സമയമില്ല. നമ്മൾ ചിന്തിക്കുന്നത് അതൊന്നും റെഡിയാണ്. 35 ലക്ഷമാണ് ചിലവ് ഒരു കിഡ്നി പോയി. ഇതിന്റെ വാല്യൂ അപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇനിയിപ്പോൾ 35 ലക്ഷം കിട്ടിയാൽ അത് വേറെ കിഡ്നി കിട്ടോ ഇല്ലെന്ന് ഉറപ്പില്ല, ജീവിതത്തിൽ തിരിച്ചു വരുന്ന ഉറപ്പ് പോലും ഇല്ല. ആ ഒരു കിഡ്നിയാണ് അള്ളാഹു ഇതുവരെ നമ്മൾ സംരക്ഷിച്ച് നീ കൊണ്ടു നടക്കുന്നത്, ഫിൽട്ടർ ചെയ്തിട്ട്. ഇപ്പൊ തകരാറില്ലല്ലോ, പറയൂ അൽഹംദുലില്ലാ, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരട്ടെ അൽഹംദുലില്ലാ. അതുപോട്ടെ, ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നം വന്ന്, നെഞ്ചുവേദന വന്ന് രാത്രി, പിന്നെ നിന്റെ ചിന്ത മുഴുവൻ അള്ളാഹു അറ്റാക്ക് ഉണ്ടാ, ബ്ലോക്ക് ഉണ്ടാ, പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് പറഞ്ഞു ബ്ലോക്ക് ഉണ്ട്, തീർന്നില്ലേ നിന്റെ ജീവിതം? പിന്നെ ഇരുട്ടായി. നീ പിന്നെ എങ്ങനെ റബ്ബെ ബൈപ്പാസ് ആണ്, അതിന് പൈസ, അതിന് ചിന്തിക്കാൻ തുടങ്ങും. ഇപ്പൊ ഓർക്കാവുന്നുണ്ടല്ലോ അല്ലെ? അൽഹംദുലില്ലാ. അതാണ് പറഞ്ഞ 3 കാര്യം മനുഷ്യന് കിട്ടിയാൽ വലിയ കോടീശ്വരനാണെന്ന് റസൂൽ പറഞ്ഞത്. ഒന്നാമത്തേത്, നിനക്ക് കിടന്നുറങ്ങാൻ പറ്റിയ ഒരു വീട്, അത് നിനക്കില്ലേ? വീട് വേണ്ട, ഒരു തട്ടിൽ കിട്ടിയാൽ മതി കിടന്നുറങ്ങാൻ സമാധാനം. അതില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അത് വേണം. രണ്ടാമത്തേത്, അന്നത്തേക്ക് ഭക്ഷിക്കാനുള്ള ആഹാരം നിനക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ലേ? അൽഹംദുലില്ലാ പറഞ്ഞേക്ക്. മൂന്നാമത്തേത്, നിനക്ക് രാവിലെ എണീച്ച് നടക്കാൻ കഴിയുന്ന നിന്റെ ആരോഗ്യം, ജോലിക്ക് പോകാനുള്ള ആരോഗ്യം നിനക്കുണ്ടോ? ഈ 3 ഉണ്ടാ, നീ വലിയ കോടീശ്വരനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇല്ലാത്തവരാരുണ്ട്? എന്നിട്ട് പിന്നെ എന്തിനുമായി മുഖം കറുപ്പിച്ചിട്ട് ബേജാറാക്കി മറ്റൊരുത്തർക്ക് ടെൻഷനാക്കിയിട്ട് ജീവിക്കുന്നത്? എന്തിന്? ചിരിക്കുമായി സന്തോഷം. ഞാൻ കോടീശ്വരൻ, എനിക്ക് കിഡ്നി പ്രവർത്തിക്കുന്നു, ഹാർട്ട് പ്രവർത്തിക്കുന്നു, കിടക്കാൻ രാത്രി റൂമുണ്ട്, അതുപോലെ ഭക്ഷണം എല്ലാ ദിവസവും അള്ളാഹ് തരുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ എന്തിന് നീ ദുഃഖിക്കണം? ഇതിന് ദുഃഖിച്ചിട്ട് നിന്റെ ചുരുങ്ങിയ കാര്യത്തിൽ എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവനെ നോക്കി ചിന്തിച്ചിട്ട് അന്നത്തേക്കുള്ള ജീവിതം കളയണം. സന്തോഷിക്കുമായി, സ്വയം സന്തോഷിക്കുക. അതുകൊണ്ട് നിന്റെ ജീവിതം മറ്റൊരുത്തൻ്റെ റീൽസും അല്ല സ്റ്റാറ്റസും നോക്കിയിട്ട് മുകളിലേക്ക് നോക്കി ജീവിക്കണ്ട, കമ്പയർ ജീവിക്കണ്ട. നിന്നേക്കാൾ വീടില്ലാത്തവന്, അതേ കാളില്ലാത്തവന് ആക്സിഡൻ്റായി മരണം, എത്ര ആൾക്കാർ ഇന്നലെ നാട്ടിലേക്ക് പോകുമ്പോൾ ഇന്ന് മരണപ്പെട്ട ആൾക്കാരില്ലേ? എത്ര പേരുണ്ട്? അതുപോലെ തന്നെ ഒരു ടൂറ് പോയിട്ട് വീട്ടിലേക്ക് എത്തുന്ന ഉറപ്പില്ലാത്ത ഒരു ജീവിതം അല്ലേ? നമ്മൾ ജോലി ചെയ്യുമ്പോൾ സ്ഫോടനം നടക്കുമോ എന്ന് ഉറപ്പില്ലാത്തൊരു ജീവിതത്തിൽ എന്തിന് നമ്മൾ ആരെയും നോക്കിയിട്ട് ബേജാറാവണം? നമ്മൾ ഉള്ളത് കൊണ്ട് സംതൃപ്തി. കുറച്ച് ജീവിതമേ ഉള്ളൂ, അത് നീ സ്വയം സന്തോഷം കണ്ടെത്തില്ലെങ്കിൽ എപ്പോഴും ദുഃഖമായിട്ട് നീ ഇങ്ങനെ ജീവിച്ചെങ്കിൽ ആ കുറച്ച് ജീവിതത്തിൽ നീ എപ്പോഴും ടെൻഷൻ, പൈസ ഉണ്ടായിട്ടും ടെൻഷൻ, ഇല്ലാങ്ങിട്ട് അങ്ങനെയല്ല. പച്ചകളെ പാകിസ്ഥാനികളെ പോലെ അങ്ങനെ ഫ്രീ മൈൻഡായിട്ട് നല്ല പള്ളിയിലേക്ക് എത്താൻ തൗഫീഖ് കിട്ടുന്നില്ല. നല്ല സാലറി ഉള്ള ആൾക്കാർക്ക് പള്ളിയിലേക്ക് എത്താൻ തൗഫീഖ് കിട്ടുന്നില്ല. ചെറിയ ഗ്രോസറി സൂപ്പർ മാർക്കറ്റിലൊക്കെ ജോലി ചെയ്യുന്നവർ പള്ളിൻ്റെ ആദ്യത്തെ 2 സപ്പിൽ വരുന്നത്. അപ്പോൾ അവരല്ലേ ഭാഗ്യം ചെയ്ത ആൾക്കാർ. എന്തുകൊണ്ടാണ് ഈ കോട്ടും സൂട്ടിട്ട ആൾക്കാർക്ക് നിസ്കരിക്കാൻ പോലും സമയം കിട്ടാൻ, ഭക്ഷിക്കാൻ പോലും സമയം കിട്ടാതെ? കാരണം അവരുടെ ടാർഗറ്റ്, അവരുടെ ഫോക്കസ് ദുനിയാവ് മാത്രമാണ്, മെറ്റീരിയൽസ് മാത്രമാണ്, വീട്, സ്ഥലം, ഇത് മാത്രം ഒരു ചിന്തയിലുള്ളപ്പോൾ അള്ളാഹ് കൊടുത്ത ശിക്ഷയാണ്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ ചിന്ത ദുനിയാവ് മാത്രമായെങ്കിൽ ഞാൻ അവന് ദുനിയാവിൽ മാത്രം ബിസിയാക്കി കളയും. പിന്നെ അവൻ ദുനിയാവിൻ്റെ പിറകെ അടിമയെ പോലെ പണിയെടുക്കും. പക്ഷെ അവൻ ആഗ്രഹിച്ചൊന്നും കിട്ടില്ല. അള്ളാഹ് ഞാൻ ഉദ്ദേശിച്ചത്
മാത്രമേ അവന് കൊടുക്കുകയുള്ളൂ. അവൻ അതിലും സംതൃപ്തി ഇല്ലാതെയാണ് അവസാനം മരണപ്പെട്ടു പോകുന്നത്. അതേപോലെ ഒരാളെ ടാർഗറ്റ് ആഖിറമാക്കി കഴിഞ്ഞാൽ പരലോക ചിന്ത വെച്ച് ഒരുത്തം ജീവിച്ചാൽ ദുനിയാവിൻ്റെ പിറകെ തന്നെ പോകും. അവൻ പറഞ്ഞതുപോലെ ദുനിയാവ് ചോദിക്കും, നില്ല് എനിക്ക് നിസ്കരിക്കണം. അപ്പം ദുനിയാവ് നിൽക്കും, നിസ്കരിക്കാൻ സമയം കിട്ടും. നില്ല് ഫുഡ് ഉണ്ട്, അതെല്ലാം അവന് ഫുഡ് കഴിക്കാൻ സമയം കിട്ടും. കാരണം അവൻ്റെ ഫോക്കസ് ആഖിറ, അല്ലാഹ് അവനെ സഹായിക്കുന്നുണ്ട്. നേരെ മറിച്ച് നീ ദുനിയാവിനെ ടാർഗറ്റ് ആക്കി ദുനിയാവ് നിന്നെ ഓടിച്ചുകൊണ്ടേയിരിക്കും. നിനക്ക് ദുനിയാവിനെ നിൽക്കുന്ന പറയാൻ കഴിയില്ല, ദുനിയാവ് നിന്നെ ഓടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കുക. സമാധാനം സന്തോഷം വേണം, ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ടോ. പരലോക ചിന്തമായി ജീവിച്ചോ, ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ടോ. ഇൻഷാ അല്ലാഹ്.